ഹായ് സ്റ്റുഡൻസ്, നമ്മളൊന്ന് സ്റ്റോഴ്സ് ലെഡ്ജറിലെ പ്രോബ്ലം ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് കുറച്ച് ക്ലറിക്കൽ വർക്കുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞ ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യത ഈ ഫിഫ മെത്തേഡിൽ സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മൾ പറഞ്ഞ നേരത്തെ ഫോമിൽ കണ്ട പോലെ തന്നെ നമുക്ക് സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഫിഫ മെത്തേഡിൽ നിന്ന് ഹെഡിങ് ആയിട്ട് എഴുതണം. എന്നിട്ട് അതിന് താഴെ നമ്മൾ കോളങ്ങൾ വരയ്ക്കും. ഡേറ്റ് കോളം, റെസിപ്റ്റ് കോളം, ഇഷ്യൂ കോളം, ബാലൻസ് കോളം. റെസിപ്റ്റ് കോളത്തിൽ 3 കോളങ്ങൾ വരയ്ക്കണം, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇഷ്യൂ കോളത്തിലും നമ്മൾ 3 കോളങ്ങൾ വരയ്ക്കും, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ബാലൻസ് കോളത്തിലും 3 കോളങ്ങൾ വരയ്ക്കും, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റി വാങ്ങുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴും ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ബാലൻസ് കോളത്തിൽ എഴുതുമ്പോൾ നമ്മൾ ബിൻ കാർഡിൽ ചെയ്ത പോലെ കൂട്ടി എഴുതാൻ പാടില്ല. നമ്മൾ സെപ്പറേറ്റ് ക്വാണ്ടിറ്റീസ് നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നുള്ളതാണ്. പ്രിപ്പയർ ദ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് അണ്ടർ ഫിഫോ മെത്തേഡ്. 2020 ഇയർ ആണത്. ജനുവരി 1 ഓപ്പൺ സ്റ്റോക്ക് 250 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1 ₹1 വെച്ചാണ് അതിൽ വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ 4-ാം തീയതി പർച്ചേസ് ചെയ്തു. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമ്പർ ഇല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത് 100 യൂണിറ്റ് 1.05 വെച്ച് എത്ര വരും നോക്കുക. വീണ്ടും പർച്ചേസ് ചെയ്തു ഒരു 200 യൂണിറ്റ് 1.10 വെച്ച്. ദെൻ ഇഷ്യൂ 9-ാം തീയതി 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അത് കുറയും. 11-ാം തീയതി പർച്ചേസ് ചെയ്തു, അപ്പോൾ കൂടും. ഇഷ്യൂഡ് വരുന്നു 200 യൂണിറ്റ്, ഇഷ്യൂ വീണ്ടും വരുന്നു 100 യൂണിറ്റ്, പർച്ചേസ്ഡ്. അങ്ങനെ ഓരോ ഡേറ്റിൽ അങ്ങനെ നമ്മൾ 30-ാം തീയതി വരെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഇഷ്യൂ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കും. സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കുമ്പോൾ നോക്കാം നമ്മൾ ഡേറ്റ്, റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്. ഡേറ്റ്, റെസിപ്റ്റിന് അതായത് ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഓക്കെ. 1-ാം തീയതി നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കുകയാണോ നമ്മൾ, അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്തതാണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഓക്കെ. അപ്പോൾ അതിൽ 1-ാം തീയതി നമുക്ക് അങ്ങനെ 1-ാം തീയതി ഇതിൻ്റെ സൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. ഒരേ സൈസ് തന്നെ നമുക്ക് അടിക്കാം. ഇരുപതാം തീയതി. ഓക്കെ. അത്തിരി കയറി കിടക്കണം. ഓക്കെ. 1-ാം തീയതി കയറിയില്ലേ. അപ്പോൾ എന്താണ്, 1-ാം തീയതി നമുക്ക് ഓപ്പൺ സ്റ്റോക്കാണ് 250 യൂണിറ്റ് ₹1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബാലൻസ് കോളത്തിൽ 250 യൂണിറ്റ് എഴുതും. 250. ക്വാണ്ടിറ്റി കോളത്തിൽ 250. റേറ്റ് കോളത്തിൽ 1 എഴുതണം അല്ലേ. ₹1 അല്ലേ. 1.00. അപ്പോൾ എമൗണ്ട് എത്ര വരും? 250 × 1 250 വരും. ഓക്കെ. 250 വരും 1-ാം തീയതിയിലെ ബാലൻസ്. ഇനി അടുത്തത് 4-ാം തീയതിയാണ്. 4-ാം തീയതി വാങ്ങിക്കുക ചെയ്തത്, റിസീവ് ചെയ്തതിന് 100 യൂണിറ്റ് വാങ്ങിച്ചു. അതിൻ്റെ റേറ്റ് എത്രയാണ്? അതിൻ്റെ റേറ്റ് 1.05. 1.05. ഓക്കെ. 1.05-നെ 100 കൊണ്ട് ഗുണിക്കാം. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ തരും ₹105. കാൽക്കുലേറ്റർ എടുത്ത് ഗുണിച്ച് നോക്കട്ടോ. 100 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. 4-ാം തീയതി 100 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. 1.05 വെച്ചാണ് വാങ്ങിച്ചത്. 1.05 × 100 105 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് കോളത്തിൽ എഴുതണം. ബാലൻസ് കോളം എഴുതുമ്പോൾ സാധാരണ 250 100 മണി കൂട്ടിയിട്ട് എഴുതാം. 250 100 മണി കൂട്ടാൻ പാടില്ല. ആദ്യം നമ്മൾ 250 എഴുതണം. മുകളിലുള്ളത് ആ ബാലൻസ് ആദ്യം ഇറക്കി എഴുതണം. മുകളിലുള്ള ബാലൻസ് അതേ റേറ്റ് വെച്ച് അതേ ക്വാണ്ടിറ്റി വെച്ച് ഇറക്കി എഴുതിയിട്ട് ഇപ്പോൾ വാങ്ങിച്ച മെറ്റീരിയൽസ് നമ്മൾ രണ്ടാമത് സെപ്പറേറ്റ് എഴുതണം. അതായത് 100 യൂണിറ്റ് വാങ്ങിച്ചു, അതിൻ്റെ വില 1.05 ആണ്. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 205 ആണ്. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് തന്നെ എഴുതണം, അല്ലാതെ വേറെ കൂട്ടി എഴുതാൻ പാടില്ല. 250 100 കൂടിയിട്ട് 350. അപ്പോൾ അതിൻ്റെ റേറ്റ് എത്ര എഴുതും അതറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. 6-ാം തീയതി വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്തു, 200 യൂണിറ്റ് വാങ്ങിച്ചു. അതിൻ്റെ റേറ്റ് എത്ര? 1.10. അപ്പോൾ എത്ര വരും? 1.1-നെ 2 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 22. അപ്പോൾ എത്ര വരും? 220 വരും. അതിൻ്റെ എമൗണ്ട് 220 വരും. ഓക്കെ. ഇനി ബാലൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യുമ്പോൾ നേരത്തെ എഴുതിയ 250 യൂണിറ്റ് ആദ്യം എടുക്കുക. എന്നിട്ട് ₹1 വീണ്ടും എഴുതാം. ₹1 എഴുതാം. ദെൻ വീണ്ടും നമ്മളതിൻ്റെ 250 എഴുതാം. പിന്നെ വീണ്ടും മറ്റേത് എഴുതണം. എത്ര? 100 യൂണിറ്റ് എഴുതാം. 100 യൂണിറ്റ് എഴുതാം. അതിൻ്റെ റേറ്റ് എത്ര? 1.05. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, തെറ്റാതെ ചെയ്യണം. ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യതയുള്ള എന്ന് പറഞ്ഞതാണ്. 105 എഴുതാം. പിന്നെ ഈ വാങ്ങിച്ച് 200 എഴുതാം. വാങ്ങിച്ച് 200 എത്ര? 200 എഴുതി. 1.10 ദെൻ 220. ഓക്കെ. ഇതാണ് നമ്മൾ ഓരോ ഡേറ്റിലും നമ്മളത് അതുപോലെ സെപ്പറേറ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. ഇനി 9-ാം തീയതി എന്താ സംഭവിച്ചിരിക്കുന്നത്? 9-ാം തീയതി ഇഷ്യൂ ആണ്. എത്ര യൂണിറ്റ്? 250 യൂണിറ്റ് ഇഷ്യൂ ആണ്. 250 അല്ല, 300 യൂണിറ്റ് ഇഷ്യൂ. 9-ാം തീയതി നമുക്ക് ഇവിടേക്കൊന്ന് വന്ന് നോക്കാം. 9-ാം തീയതി 300 യൂണിറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇഷ്യൂ കോളത്തിലേക്ക് വരാം.
അവിടെ 300 എഴുതാൻ പാടില്ല. കാരണം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ എത്രയാണ്? ഫസ്റ്റ് ഇൻ 250 അപ്പോൾ അത് ആദ്യം എടുത്ത് കൊടുക്കുക. 250 യൂണിറ്റ് ആദ്യം എടുത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റേറ്റ് എത്ര എഴുതാം? റേറ്റ് 1 രൂപ എഴുതാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ എത്രയും 250 എഴുതാം. 300 ആവശ്യപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾ വന്ന്, എന്നിട്ട് നമുക്ക് 250 കൊടുക്കാൻ പറ്റുമോ? 250 കൊടുത്തു നമ്മൾ. ഇനി അടുത്തത് ഒരു 50ൻ്റെ പോരായിട്ടുണ്ട്. 50 എഴുതി നിൽക്കും, ഈ 100 എടുത്ത് കൊടുക്കും. അതിൻ്റെ റേറ്റ് എത്ര? 1.25. അപ്പോൾ ഇവിടെ നമ്മൾ 50 എഴുതും. അവിടെ 50 എഴുതാം. എന്നിട്ട് അതിന് റേറ്റ് 1.05 എഴുതാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ എത്ര വരും? വാല്യൂ 50 × 1.53 രൂപ വരും. 53 വരും. 53. ഓക്കെ. ഇനി നമുക്ക് ബാലൻസ് എഴുതണം. ബാലൻസ് എഴുതുമ്പോൾ ഈ 250 ഇഷ്യൂ ചെയ്ത് പോയി. പറഞ്ഞേ ഇഷ്യൂ ചെയ്ത് പോയില്ലേ? ഈ 100 ൽ 50 പോയി, ബാക്കി എത്രയുണ്ട്? 50 ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് 1.05. അപ്പോൾ അതിൻ്റെ വാല്യൂ ബാക്കി എത്ര വരും? 53. ഒരെണ്ണം കൂട്ടി അവിടെ എഴുതിയില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 52 എഴുതാം. അതായത് 50 × 1.05 എഴുതുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 52.5 കൂടുതലായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഒരെണ്ണം കൂട്ടി എഴുതിയപ്പോൾ ഇവിടെ തന്നെ കുറച്ച് എഴുതുന്നുള്ളൂ. അത്ര രണ്ട് പേരൊന്നുമല്ല. പിന്നെ ഈ 200 താഴേക്ക് ഇറക്കിയതാണ്. 200 എഴുതാം. 1.10 എഴുതാം. 1.10 എഴുതാം. ദെൻ 220 എഴുതാം. 220. ഓക്കെ. അപ്പോൾ 9-ാം തീയതി കഴിഞ്ഞു. ഇനി 11-ാം തീയതി. 11-ാം തീയതി എന്താണ്? 11-ാം തീയതി റെസിപ്റ്റാണ്. എത്ര യൂണിറ്റ് റെസിപ്റ്റ്? 400 യൂണിറ്റ് വാങ്ങിച്ചു. 400 യൂണിറ്റ് വാങ്ങിച്ചു. അതിൻ്റെ റേറ്റ് എത്രയാണ്? 1.20. ഓക്കെ. 1.20. 12 480 രൂപ വരും. 480 രൂപ വരും. ഓക്കെ. ഇനി നമുക്ക് ബാലൻസ് എഴുതണം. ബാലൻസ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മുൻപുണ്ടായ ബാലൻസ് അത് അതേപോലെ തന്നെ എഴുതണം എന്ന് പറഞ്ഞു. 50, 1.05, അതിൽ അടുത്തതിൽ 52. ഓക്കെ. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള 200 കൂടി എഴുതണം. 200, 1.10, ദെൻ അത് 220 എഴുതാം. 220. എന്നിട്ട് നമ്മൾ വാങ്ങിച്ച 400 എഴുതാം. 400, ദെൻ 1.20, 1.20, ദെൻ 480, 480. ഓക്കെ. ദെൻ 12-ാം തീയതി. 12-ാം തീയതി എന്താണ് സംഭവിച്ചത്? 12-ാം തീയതി ഇഷ്യൂ ആണ്. എത്ര യൂണിറ്റ് ഇഷ്യൂ പറയുന്നുണ്ട്? 200 യൂണിറ്റ് ഇഷ്യൂ. നമുക്ക് 12-ാം തീയതി ഇഷ്യൂ ആണെന്ന് നോക്കാം. 12-ാം തീയതി 200 യൂണിറ്റ്, 15-ാം തീയതി 100 യൂണിറ്റ്. അപ്പോൾ 12-ാം തീയതി 200 യൂണിറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഇഷ്യൂ കുളത്തിലേക്ക് വരാം. 200 ചാടി എഴുതരുത്. കാരണം 50 യൂണിറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ആദ്യം. അപ്പോൾ ആ 50 ആദ്യം എടുത്ത് കൊടുക്കാം. 50 ആദ്യം എടുത്ത് കൊടുത്തു. അതിൻ്റെ റേറ്റ് എത്രയാണ്? 1.05. ദെൻ വാല്യൂ 52. ഇനി എത്ര യൂണിറ്റ് വേണം? അതിന് നമുക്ക് വേണ്ടത് 150 യൂണിറ്റാണ്. 200 യൂണിറ്റാണ് മൊത്തം കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യമുള്ള ലോട്ടിൽ 50 യൂണിറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു. പിന്നെ ഒരു 150 ആണ്, അത് 200 നിന്ന് കൊടുക്കാം. അപ്പോൾ 150 എഴുതാം. അതിൻ്റെ വാല്യൂ 1.10 ആണ്. 1.10, 150 × 1.10, 165, 165 വരും. 165. ഇനി ബാലൻസ് ചെയ്തണ്ടേ? 12-ാം തീയതി ഇഷ്യൂ 200 എണ്ണം കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യണം. ഈ 50 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഈ 200-ൽ 50 കഴിഞ്ഞു. ബാക്കി എത്രയുണ്ട്? ബാക്കി 150 ഉണ്ട്. ബാക്കി 150. ഓക്കെ. ആ 150 നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 150 യൂണിറ്റ് 50 12-ാം തീയതി അല്ലേ? 12-ാം തീയതി 50, 150 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 50 ഇഷ്യൂ ചെയ്തു. 50, 400 യൂണിറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന് 150 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബാക്കി അവിടെ 50 ഉള്ളൂ. ഓക്കെ. 50, 1.10, അപ്പോൾ എത്ര വരും? 55. 1.10 55 വരും. 55. ബാക്കി ഈ 400 അതുപോലെ തന്നെ ഇറക്കിയതാണ്. 400 അതുപോലെ തന്നെ ഇറക്കുക. ഉപയോഗിക്കാത്തത് അതുപോലെ തന്നെ ഇതാ 1.20, 480. ഓക്കെ. 480. ഇനി അടുത്ത ഡേറ്റ് 15-ാം തീയതി എന്താ സംഭവിച്ചത്? 15-ാം തീയതി വീണ്ടും ഇഷ്യൂ ആണ്. 100 യൂണിറ്റ് ഇഷ്യൂ പറഞ്ഞത്. അപ്പോൾ 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഈ 50 യൂണിറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്, അത് ആദ്യം എടുത്ത് കൊടുക്കാം. 100 യൂണിറ്റാണ് ചോദിച്ച് വന്നത്. അപ്പോൾ നമ്മൾ 50 യൂണിറ്റ് 1.10-ൻ്റെ 50 യൂണിറ്റ് ആദ്യം എടുത്ത് കൊടുക്കും. 55 രൂപ ചാർജ് ചെയ്യും. പിന്നെ രണ്ടാമത് നമ്മൾ 50 യൂണിറ്റ് ഈ 400 എടുക്കും. 50 യൂണിറ്റ് എടുക്കും. 100 യൂണിറ്റിൽ ആകെ കൊടുക്കുന്നുണ്ടോ? 15-ാം തീയതി 100 യൂണിറ്റ് ആവശ്യപ്പെട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1.10-ൻ്റെ 50 കൊടുക്കും. പിന്നെ 1.20-ൻ്റെ 50 കൊടുക്കും. അപ്പോൾ 1.20, 15, 60 രൂപ വരും. ഓക്കെ. 60 രൂപ. ഇനി ബാക്കി എത്രയുണ്ട്? ഈ 50 ഇഷ്യൂ കഴിഞ്ഞു. ഈ 400-ൽ 50 പോയി കഴിഞ്ഞാൽ ബാക്കി 350, 350 ആണ് പിന്നെ ബാക്കിയുള്ളത്. ഓക്കെ. അതില്ലേ 350 യൂണിറ്റ് ബാക്കി. അതിൻ്റെ റേറ്റ് എത്രയാണ്? 1.20. 1.2 350 ഗുണിച്ചാൽ എത്ര വരും? 1.2 350 420 വരും. ഓക്കെ. 15-ാം തീയതി കഴിഞ്ഞു. ഇനി 20-ാം തീയതി. 20-ാം തീയതി എന്താ സംഭവിച്ചിരിക്കുന്നത്? 20-ാം തീയതി റെസിപ്റ്റാണ്. ഗുഡ്സ് വാങ്ങിച്ചു, പർച്ചേസാണ്.
എത്ര യൂണിറ്റ് പർച്ചേസ്? 100 യൂണിറ്റ് പർച്ചേസ്. അതിൻ്റെ റേറ്റ് എത്രയാണ്? 1.10. 1.10. ദെൻ അതിൻ്റെ വാല്യൂ എത്രയാണ്? 110. ഓക്കെ. ഇനി അതിൻ്റെ ബാലൻസ് ചെയ്തുമ്പോൾ നേരത്തെ ഉള്ളത് ആദ്യം ഇറക്കിയതാണ്. എത്ര നേരത്തെ ഉള്ളത്? ഈ 350 താഴേക്ക് ഇറക്കിയതാണ്. 350. അതിൻ്റെ റേറ്റ് 1.2. അതിൻ്റെ വാല്യൂ 420. ദെൻ ഈ വാങ്ങിച്ച 100 യൂണിറ്റ് അതിന് താഴെയാണ്. 100, 1.1, 110. ഓക്കെ, 110. ദെൻ 25-ാം തീയതി എന്താ സംഭവിച്ചില്ല? 25-ാം തീയതി സംഭവിച്ചിരിക്കുന്നത്, 25-ാം തീയതി നമ്മൾ വീണ്ടും പർച്ചേസാണ്. എത്ര യൂണിറ്റ് പർച്ചേസ്? 250 യൂണിറ്റ് പർച്ചേസ്. 250 യൂണിറ്റ് പർച്ചേസ്. ആ 250 യൂണിറ്റ് പർച്ചേസ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണ്? 250ൻ്റെ റേറ്റ് പറയുന്നത് പർച്ചേസ് 250 1.30 ആണ്. 1.30. 250-ഉം 1.3 കൂടി കൂട്ടുമ്പോൾ 325. ഓക്കെ, 325. ഇനി ബാലൻസ് കുളത്തിൽ എഴുതുമ്പോഴോ? ബാലൻസ് കുളത്തിൽ എഴുതുമ്പോൾ ആ 350-ഉം 100-ഉം താഴേക്ക് ഇറക്കിയതാണ്. 350-ഉം 100-ഉം. അപ്പോൾ 350 ആദ്യം താഴേക്ക് ഇറക്കിയതാണ്. ഒന്നുകൂടി 350. 350, 1.20. 1.20. അതിൻ്റെ വാല്യൂ 420. ഓക്കെ, 420. അതുപോലെ തന്നെ ബാക്കി എത്രയുണ്ട്? 100-ഇല്ലേ? ആ 100 ഇറക്കിയതാ. 100 ചെയ്താൽ 1.10 ചെയ്താൽ 1.10 ചെയ്താൽ പിന്നെ 110 ചെയ്താൽ 110. ഇനി വേണം വാങ്ങിച്ചത് എഴുതാനായിട്ട്. വാങ്ങിച്ചത് എത്ര? 250 യൂണിറ്റ് വാങ്ങിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് ചെയ്യാം. 250 യൂണിറ്റ് എഴുതാം. അതിൻ്റെ റേറ്റ് 1.30. 1.30. ദെൻ 325. 325. ഓക്കെ. ഇനി അടുത്ത് 30-ാം തീയതി. 30-ാം തീയതി എന്ത് സംഭവിച്ചു? അപ്പോൾ താഴേക്ക് അതിനെ കൊണ്ടുവരണം. 30-ാം തീയതി ഇഷ്യൂ ആണ്. എത്ര യൂണിറ്റ് ഇഷ്യൂ? 500 യൂണിറ്റ് ഇഷ്യൂ കൊള്ളൊന്ന് നോക്കാം നമുക്ക്. ഇഷ്യൂ എത്രയാണ് ചോദ്യത്തിലേക്ക് വരുമ്പോൾ 500 യൂണിറ്റാണ് ഇഷ്യൂ ആണ്. ഓക്കെ, 500 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ബാലൻസ് കോളം നോക്കാം. ഇഷ്യൂ കോളത്തിലേക്ക് വരണം നമ്മൾ. ഇവിടെ ഇഷ്യൂ കോളം ഇവിടെയാണ് വരുന്നത്. ഇഷ്യൂ കോളം താഴേക്കൊന്ന് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, 30-ാം തീയതി നമുക്ക് ഇഷ്യൂ കോളത്തിൽ നോക്കുമ്പോൾ നമുക്ക് 350 യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് 500 യൂണിറ്റാണ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 350 യൂണിറ്റ് എടുക്കുന്നു. 350 യൂണിറ്റ് എടുക്കുന്നു. അതിൻ്റെ റേറ്റ് 1.20. 1.20. 350 × 1.20 എത്രയാണ്? 420 രൂപ. 420 രൂപ. ഓക്കെ. ഇനി വീണ്ടും നമുക്ക് 500 യൂണിറ്റല്ലേ കൊടുക്കണ്ടേ? 500 യൂണിറ്റ് 350 കൊടുത്തുള്ളൂ. ഇനി നമ്മളിൽ 100 ഉണ്ട്. അപ്പോൾ 450 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 50 യൂണിറ്റ് കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് 1.10. 420. 1.10 കൂടി കൊടുക്കുമ്പോൾ എത്ര വരും? 110 വരും. 110. ഓക്കെ. അതിന് അടുത്തത് എത്ര യൂണിറ്റ് കൂടി കൊടുക്കണം നമ്മൾ? 50 യൂണിറ്റ് കൂടി കൊടുക്കണം. 50. അത് ഏതിന് കൊടുക്കും? 250 കൊടുക്കും. അതിൻ്റെ റേറ്റ് എത്രയാണ്? റേറ്റ് 1.30 ആണ്. 1.30. അത് ഗുണിക്കുമ്പോൾ എത്ര വരും? 50 × 1.3 65 രൂപ വരും. 650. 65. ഇനി ബാലൻസ് ചെയ്തണം. ബാലൻസ് എന്ന് പറയുമ്പോൾ 350 പോയി, 100 പോയി, 250-ൽ 50 പോയി. ഇനി ബാക്കി എത്രയുണ്ട്? ബാക്കി നമ്മുടെ കയ്യിൽ 50 യൂണിറ്റ് ഉണ്ട്. അല്ല, അതിൽ 50 പോയി. ബാക്കി നമ്മുടെ കയ്യിൽ 200 യൂണിറ്റ് ഉണ്ട്. ഓക്കെ, 200 യൂണിറ്റ്. 200 യൂണിറ്റ് 1.3 വെച്ച്. ഓക്കെ, അത് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. 1.30. ദെൻ 1.30 × 2 1.30 × 200. അപ്പോൾ എത്ര വരും? അങ്ങനെ വരുമ്പോൾ നമുക്ക് 325 താഴേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വാല്യൂ എഴുതുമ്പോൾ 260. 260 വരും. 260. 260 നിന്ന് 260. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ക്ലറിക്കൽ എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.